പിന്നെ എനിക്കൊരു കുട്ടികളൊക്കെ വേണ്ടേ വേണേ കുറച്ച് കഴിയട്ടെ എനിക്ക് പ്രായമാണല്ലേ ഉള്ളൂ അയ്യൊക്കെ 28 ആയിട്ടുള്ളൂ. പ്രായമായിട്ടില്ല 50 വയസ്സ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താ വെച്ചാല് വീട്ടില് നമ്മളൊരു പുതിയ അതിഥി വന്ന് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ്. അതിന്റെ മുന്നേ നമ്മള് കുട്ടി വന്നതിന്റെയും എല്ലാ സംഭവങ്ങളും നമ്മൾ ഇട്ടീനി. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ആക്ച്വലി കുട്ടിക്ക് ഒന്നും വാങ്ങിക്കൊടുത്തില്ല. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെന്താ നിങ്ങൾ ആദ്യം കണ്ടിട്ട് പിന്നെ ഫംഗ്ഷനും കാര്യം കണ്ടിട്ടുള്ള വ്ളോഗായി കറക്റ്റ് ഇന്നത്തെ. ഇത് ഇപ്പൊ എടുക്കുന്നത് പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായി. പക്ഷെ ഇത് എടുക്കുന്നത് ആ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അവന് അന്ന് രാത്രി തന്നെ ഹനാന്റെ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതാണ് വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാഞ്ഞ്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ട് വരും. എന്താണ് ആരാ മുട്ട അടിച്ചേ? ഇജന്നെ മുട്ട അടിച്ചേ? രാവിലെ തന്നെ നീച്ചിട്ടുണ്ടോ? അമ്പലം കൊണ്ട് നിക്കണേ അവളെ കൊണ്ട് കെട്ടി. നിനക്ക് കാണണോ? പേടിയുണ്ടോ? എന്നാ ചെരുപ്പെടുത്തോ. വെള്ളമൊന്നുമില്ല. ബാ ബാ ചെരുപ്പിട്. നമുക്ക് കണ്ടുവരോ? അത് കുഴപ്പല്ലേ? കുഴപ്പമില്ല. കുട്ടപ്പാടുണ്ട്. നമുക്ക് അമ്മനെ കണ്ടുവരാം. ഇവിടെ ഇല്ല, അവിടെയാണ്. കൊറേ അങ്ങോട്ട് പോണം. പേടിയാ. അപ്പൊ അസ്സലാമലൈക്കും പറഞ്ഞു. പനിയനെ
അമ്പ അവിടെ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയേക്കാം. പേടിയാ? അതിന് ഇവിടെ ഇല്ല, അവിടെയാണ്. അങ്ങോട്ടല്ല, അവിടെയാണ്. ഇപ്പൊ പേടിച്ചിട്ടേ ഞാനല്ലേ. പിന്നെ ഇതിനെ പേടിച്ചു. ഇല്ല ഇല്ല ഇല്ല, അവിടെ ഇവിടെ ആകണ അവിടെ. ഇപ്പൊ പേടി മാറിയോ? നീ കുറച്ചുകൂടി മുന്നോട്ട് പോവാ. കുറച്ച് എങ്ങോട്ട് വിജയല്ലേ പറഞ്ഞ കാണണെന്ന്. ഇവിടെ എത്തിയപ്പോ ഇത്ര പേടിയായോ? ഇജ്ജ് വെള്ളം എത്തിയാടോ. ഇവിടെ ഇജ്ജ് കരഞ്ഞിക്കല്ലേ? എന്നാ ഒന്നുകൂടി കണ്ടു. കുട്ടപ്പ കണ്ടു. കുട്ടപ്പനെ അവിടെ നിന്ന് കയറ്റിയതേ. ഓള് പകുതിക്കൊന്ന് ഇങ്ങോട്ട് തന്നെ പോന്ന്. പോരാ. എങ്ങനെയുണ്ട് ഇനി ഉമ്രൊക്കെ? സമയത്ത് പോകണം. അതെ, ഞാനൊക്കെ പോകും മുമ്പ്. അതാരോ നിക്കണേ അവിടെ ആരോ നിക്കണേ? പാല് കുടിച്ചാലേ ഇനി അവള് നിക്കുള്ളൂ. മുടിയിട്ടോ അണ്ടി വിട്ടോ? അന്റെ അന്റെ അണ്ടി മുട്ട അടിച്ചല്ലേ? എന്നാ ഓൻ്റെ അടുത്ത് കളി. കുട്ടീനെ മാറ്റി വെച്ചില്ലേ? അവിടെ ഇരുന്നോ. ഞാൻ പിടിച്ച കാല് പിടിച്ചു. വെട്ടട്ടെ? കൈ പിടിച്ചിക്കണേ. വെട്ടട്ടെ? ഇപ്പൊ എങ്ങനെയുണ്ട്?
വെറുതെ പറ കേട്ടോ. വെറുതെ പറഞ്ഞാ വാ വാ വെറുതെ പറഞ്ഞാ വാ വെറുതെ പറ കാക്കു ഇജ്ജ് വെറുതെ വാ. പറ. വലിയ കുട്ടികൾക്ക് വെറുതെ കളയില്ല. പറഞ്ഞതാണ്. വെറുതെ പറയുന്നു പോയിക്കോളൂ കാക്കു. വാ വാ ഞാൻ വെറുതെ പറഞ്ഞതാണേ. കുളിപ്പിക്കാം. വാ ഈജി വാ വാ യാസ് വാ. ഈ മുടിയൊക്കെ എന്താ വെച്ചാൽ ഇനി നമ്മൾ ഇത് തൂക്കിയിട്ട് ഇത് എത്ര അളവ് എന്താ പറയുക എത്ര ഗേജിൻ്റെ എന്താണ് ഏതാണെന്ന് അറിയുന്ന കേട്ടോ പറഞ്ഞത്. ഇത് എന്തിനാണുള്ളത് എനിക്ക് അറിയില്ല. ആ ആ ആദ്യം അവിടെ എന്താ എനിക്ക് നാണോ? ഒന്നുമില്ല. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതെന്താ ചേട്ടോ ഇവിടെ പട്ടി സാധനമൊക്കെ വരുന്നതിന് ഇവിടെ കുഴിത്തെടുത്ത് മാന്തതൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അടങ്ങി നിന്നിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ വെടിവെക്കും കേട്ടോ. അടങ്ങിക്കൂലേ? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ വാ ഇവിടെ വാ. അലിയാൻ വെക്കും പിന്നാലെ കൂടി പിടിച്ചു. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്നാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്നാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്നാ വാ വാടാ യാർസ് വിട്ടില്ല. വാ 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 വാ. വരുവോ? എന്നാ വാ വാ വാ. അനക്ക് വേണോ? എന്നാ വാ വാ അടങ്ങി വാ 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 മര്യാദക്ക് വാ. എന്നാ വാ നടക്ക് നടക്ക്. ഓടരുത്തിട്ടോ ഓടരുത്തിട്ടോ വെക്കും വെക്കൂല. ഇത് പൊയ്ക്കോ. എന്നാ പോക്കരി കിട്ട്. എന്നാ പോക്കരി കിട്ട്. മെല്ലെ പോയാൽ മതി മെല്ലെ പോയാൽ മതി. മെല്ലെ 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 മെല്ലെ. അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ ഇതാ വീട്ടിലെത്തി. ഇവർക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല. എല്ലാവരും ഇരിക്കണുണ്ടല്ലേ? നിങ്ങൾ കാണിച്ചു കൊടുത്താ എന്താ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. യാറൂസേ സുഖാണോ? സുഖാണോ? എന്താ വർത്താനം? നല്ല വർത്താനം. കാക്കൂര് സാധനം കൊണ്ട് നിൽക്കണേ. സർപ്രൈസാണ്. സർപ്രൈസാ. അപ്പൊ എന്തായാലും ഇവർക്ക് ആർക്കാ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്? നിങ്ങൾക്ക് എന്താ അറിയാനില്ലേ? ഇമ്മമാന്റെയും അനാന്റെയും വീഡിയോ അങ്ങോട്ട് വയറിലായിട്ട് നിങ്ങൾ കണ്ടു. എന്തിന് എന്തിന്? ആ ഓനെ വിളിച്ചണോ? നാളെ വരും ചിലപ്പോ. ആയിക്കോട്ടെ. അപ്പൊ എന്താ സാധനം നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇരുന്നോളൂ. ഞാൻ എടുത്തു തരാം. ബാ ഇജ്ജ് പോര്. ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഇട്ടിക്കണോ? ഏതാ ലൈറ്റ് അറിയില്ലല്ലോ. ഇവിടെ സാധനമൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കണം. പക്ഷെ ഏതാണെന്ന് അറിയില്ല. ബാ ഇതിനെ ചിരിച്ചേ. സ്വിച്ചൊക്കെ പഠിച്ചു വരണുള്ളൂ. കട്ടായില്ലല്ലോ. ഞാൻ നടന്നോ? ഞാൻ ഇവിടുന്ന് എടുത്തോണ്ട്. ഇത് ഒന്നാമത് എന്താ വെച്ചാൽ നാളെ കുട്ടീൻ്റെ മുടി കളയിച്ചലാണ്. അപ്പം അതിൻ്റെ മുന്നേ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇത് വണ്ടിയിൽ വെക്കാൻ പറ്റില്ല. വണ്ടിയിൽ വെച്ചാൽ ഇപ്പോൾ വണ്ടി കണ്ടു കൊടുക്കാം. അപ്പോൾ സർപ്രൈസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്
പൊട്ടി. ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെയൊക്കെ മുന്നുണ്ടല്ലോ നമുക്കൊരാൾക്ക് ഭയങ്കര ബിഗ് 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 താങ്ക്സ് പറയാനുണ്ട്. പറഞ്ഞ പോലെ പേജ് ക്രാഡിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു അവിടെ നിന്ന് കാണിച്ചിട്ടോ. ക്രാഡിൽ സ്റ്റോർ പറഞ്ഞ പേജാണ് ഈ സാധനം മൊത്തം നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഫോട്ടോ അയച്ചു തന്നീന്. ഫോട്ടോ അല്ല, നമുക്ക് സാധനം തന്നെ ഇപ്പോൾ കാണാം. എന്ന് വെച്ചാൽ ബിഗ് താങ്ക്സ് ടു ക്രാഡിൽ സ്റ്റോർ ടീം. എന്താ വെച്ചാൽ മെയിനായിട്ട് പറയാനെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കുട്ടിക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണം എന്താ അവൾ ഉണ്ടായപ്പോൾ മുതലേ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആരുടെ നിന്നും അങ്ങനെ എന്ത് വാങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഇവരെ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, ഓല് എങ്ങനെ വേണം, ഏത് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളതായ രീതിക്ക് ചെയ്യാനുണ്ടോ, അതോ ഞങ്ങൾ തന്നെ കസ്റ്റം ചെയ്തിട്ട് ഞങ്ങളതായ രീതിക്ക് ചെയ്ത് തന്നാൽ മതിയോ എന്ന് പറഞ്ഞ് എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി ഓല് ചെയ്തു തന്ന സാധനം കേട്ടോ ഇതിലുള്ളത്. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് ഇപ്പോൾ കാണാം. വലിയ പെങ്ങളെത്തിക്കണം, വലിയ പെങ്ങളെ വീഡിയോ എടുക്കണേ. സാധനം പെട്ടി എത്തിക്കണ്. പെട്ടി ഇതെന്താ യാറൂസേ? മാമാക്കോ? മാമാക്കല്ല, മാമന്റെ ബേബിക്കാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചോക്കട്ടോ. എന്താ റോസ് ഇതൊന്നും ഉണ്ടാക്കണം സിത്തോ? എനിക്കറിയാം ഇതിലെന്താന്ന്. അറിയോ? ഇല്ല. കണ്ണില്ലാത്ത സാധന ഇതിലെന്തേ കാരം? നിങ്ങളെ കാലത്തൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണ്. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് ഇപ്പൊ. എന്താ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ഇതെന്താ പോതപ്പോ? എന്താടി കൊളുത്തിക്കണോ? ഇത് കാണില്ലേ, ഇങ്ങോട്ട് പിടിക്ക്. ഇതെന്താ? എന്താണ് ഇതൊക്കെ ഇപ്പൊ സെർച്ച് ചെയ്തിക്കണില്ലേ? ഒന്ന് ഇത് പക്ഷെ ഇതായിരിക്കറിയോ? എന്താണത്? അയിമ ദിമ്മ ഇത് റാറൂസിനാണ്. ഇത് റാറൂസിന്റെ ആണ്. ഇതിമ ആരെ പേര് എഴുതിക്കണ നോക്ക്. അസാബത്തുൽ. ഇതെന്തിനുള്ള സിത്തോ? എനിക്ക് സത്യം പറഞ്ഞതിനെ പറ്റി അറിയില്ല. പിന്നെ ഇത് മോളെ
മാഷാ അല്ലാ ഇതൊക്കെ ഫുൾ കസ്റ്റം ചെയ്തോട്ടോ. ഇത് ഓല് തന്നെ അവിടെ ഉണ്ടാക്കണതാണ്. ഓൽക്ക് പിന്നെ ഇതിൻ്റെ ഇത് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഓൽക്കുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്രയും നോക്കിയിട്ടാണ് ഓല് സെലക്ട് ചെയ്തത് തന്നെ. ഇതോ കിസ്തോ എഴുതിക്കണോടെ അങ്ങോട്ട്. പിന്നെ ഇത് ഇത് ഇതിമ്മ അങ്ങനെ വെക്കണാവൂലേ? ഇതിമ്മ ഇതിമ്മക്ക് വലല്ല. എന്നാ ദിമ്മത്തെയാണ്. ഇത് കുട്ടിക്ക് കടക്കാനുള്ള ഇത് കാണിച്ചെടുത്ത ശരിക്കും കാണിച്ചെടുത്താ. ഇത് തൊട്ടിയല്ല, ഇത് ബെഡ്. ഇത് കുട്ടിക്കുള്ള ബെഡ് കേട്ടോ. ഇത് നല്ല കിഡിലനായി ചെയ്തിട്ടുണ്ടോ. അത് നോക്കി, ഇത് ഫുള്ള് ഓല് കസ്റ്റം ചെയ്ത് ഓലെന്നെ സ്റ്റിച്ച് ചെയ്ത് ഓലെന്നെ സെറ്റാക്കി തന്ന സാധനം കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട് തന്നെ. ഓല് പറഞ്ഞിക്കണ്. കാരണം ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടിയാണിത് ഒന്നാമത്. അപ്പം ഞാൻ പറയാതെ വെക്കോ. ഇനി വേറെയും സാധനം ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. എന്താ അടുത്ത ഇത് പിന്നെ ഇത് 100 കൊടുക്കാനാട്ടോ. ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. പിന്നെ ഇത് 100 കൊടുക്കാനാണ്. അനാൻ്റെ പെങ്ങൾക്ക് 100 കൊടുക്കാൻ വേണ്ടി ഓല് തന്നാണ്. ഓൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നാട്ടോ. ആ കത്തിയോടെ ഇതെന്താ പറയുക, ഇപ്പം പൊട്ടിച്ചാലേ നിങ്ങൾക്ക് ഇതേമാതിരി കാണിച്ചു തരാൻ പറ്റുള്ളൂ. നാളെ വണ്ടി അങ്ങോട്ട് കൊണ്ട് ഓടുമ്പോഴൊക്കെ വാപ്പിയൊക്കെ കാണും വണ്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടിച്ചത്. നിങ്ങൾക്ക് ഒരു ഇതായിട്ട് തരാനും പറ്റില്ല. ഇതെന്താണ് ചോദിച്ചു. അതുകൊണ്ട് വേണ്ടിയിട്ട് ഇപ്പോൾ പൊട്ടിച്ചതാ. കട്ടായില്ലല്ലോ മോളെ, കട്ടായിട്ടൊന്നുമില്ലല്ലോ. ഇത് വലിച്ച് പൊട്ടിച്ചാൻ കൂടെ എവിടെ ഇങ്ങനെ ഇരിക്കണേ. പാവട്ടോ, പനിയാണ് അതിന്, നല്ല പനിയാ. വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതിനോള് വണ്ടി പൊളിച്ചാന്ന്. ഈ കൊട്ടജ് കുറെ ആഗ്രഹിച്ചിട്ടില്ലേനു ഇങ്ങനത്തെ കൊട്ട. ഇത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഓല് ഇങ്ങനത്തെ ഇതൊക്കെ അല്ലേ, ഇതൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്കായിട്ട് ചെയ്തു തന്നതാണ്, കസ്റ്റം ചെയ്തു തന്നതാണ്. ഈ മുത്ത് ഇതിമൊക്കെ കണ്ടോ, ഇതൊക്കെ ഓല് നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത്രയും സ്പെഷ്യലായിട്ട് തന്നതാണ് നമുക്ക്. ഇനി ഇതിൽ തൊട്ടിലുണ്ട്. ഇപ്പം അല്ലേ ഇതാ തൊട്ടിൽ. ഇത് തൊട്ടിലിൻ്റെ ആവൂലേ. ഇതെന്താ അത് തൊട്ടിൽ വിരിച്ചാ. ഇതാണ് തൊട്ടിൽ. ഇത് ഇങ്ങനെ തൊട്ടിൽ. യെസ്, ഇതുണ്ടോ തൊട്ടിൽ. ഏത് ഇതില് ഒരു മിനിറ്റ്, ഏത് ഇതല്ലേ? ഇത് കൊട്ടെ. ഇത് കണ്ടില്ലേ? കുട്ടിന്റെ പേരാട്ടത് എസ്സ എസ്മ. എന്തിനല്ലേ വായിക്ക? എസ്സ എസ്മ. ഇതാ നിങ്ങളിതാ ഇയാളെ പ്രസവിച്ച് നടന്നപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടേനോ? പിന്നെ ഒക്കെ ഇങ്ങനത്തെ മാറിയേന്. ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ആ പനി സാരിയോണ്ട് തുണിയോണ്ട് ഒക്കെ തൊട്ടിയെത്തുക, ഇങ്ങനത്തെ ഒക്കെ ഞാൻ നടാടെ കാണുക. ഇങ്ങനത്തില കട്ടീന് ഇതൊക്കെ ആര് തന്നതാ? ഇതൊക്കെ ഞാന് സിത്തു പ്രസവിച്ച് നടന്നപ്പോ തന്നെ ഞാന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം വിചാരിച്ചിനി. അപ്പൊ ഞാൻ കൊറേ തപ്പി.
ഷോപ്പുകളിലൊക്കെ പോയി നോക്കി. അപ്പൊ ഷോപ്പുകളിലൊന്നും ഇതേപോലെ ഇത്രയും വൃത്തിക്ക് സാധനങ്ങൾ ഉണ്ടാക്കി തരൂല. ഓല് ഉണ്ടാക്കി വെച്ച സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞുണ്ടാക്കി അപ്പൊ ഇത് പറഞ്ഞുണ്ടാക്കി. ഇത് ക്രാഡിൽ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട് അതെവിടെ? മഞ്ചേരി. ഓലെ യൂണിറ്റ് മൊത്തം മഞ്ചേരിയാണ്. അപ്പൊ ഓല് നമ്മക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നാണ്. അപ്പൊ ഇച്ചും പിന്നെ പെണ്ണുമ്മാക്കും ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതേപോലെ ഞങ്ങൾക്കൊന്ന് കടക്കാന്. അപ്പൊ എന്താ ഇത് ഉണ്ടാക്കി തന്ന ഇത് കാണുന്നുണ്ടെങ്കില് ഇമ്മാക്കും ഇമ്മമാക്കും ഉള്ളതും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി തരാന്ന് പറയണേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കൊന്ന്. എന്താ കാട്ടണ്ടേ അറിയില്ല കേട്ടോ. ഞാൻ തപ്പിക്കൊണ്ടിരിക്കാണ്. എന്നിട്ട് എങ്ങനെ കുട്ടീനെ കിടത്താ? ഇതിൽ കുട്ടീനെ ഇങ്ങനെ കിടത്തിയിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സത്യം പറഞ്ഞ പടച്ച റബ്ബ് സത്യം. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാം. ഞാൻ അതിൽ കണ്ടിട്ട് അതേമാതിരി ഓർഡർ ചെയ്തു എന്നല്ലാതെ ഇതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇന്നെങ്ങനത്തില്ലേ നമ്മാക്കിനി അന്ന ഇതിലേറെ കുറച്ചും കൂടി നല്ല വേറെ സാധനത്തിലാണ്. പോകുമ്പോ ഉണ്ടാവും. അടുത്തത് അതാണല്ലേ, എനിക്ക് കുട്ടി ഉണ്ടാവുമ്പോ കൊണ്ടുവരാൻ. പിന്നെ എനിക്കൊരു കുട്ടികളൊക്കെ പോണ്ടേ? വേണേ കുറച്ച് കഴിയട്ടെ. എനിക്ക് പ്രായമാണല്ലോ ഉള്ളൂ. അതൊക്കെ 28 ആയിട്ടുള്ളൂ. പ്രായമായിട്ടില്ല, 50 വയസ്സായിട്ട്. കാലത്ത് കുട്ടികളുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. അതെനിക്കറിയോ? കാലത്തല്ലല്ലോ, കാലത്ത് കുട്ടികളുണ്ടാവേ. ആവണ കാലത്തല്ല. 10-20 പിന്നെ വയസ്സിൽ കുട്ടികളുണ്ടാണ്. കുഞ്ഞിപ്പാക്കാതെ കുട്ടികളുണ്ടായിട്ട് 2 കുഞ്ഞിപ്പാക്ക് വെജുങ്ങി ഒന്നും അറിയണ്ട. അറിയജ് ലോഡ് അങ്ങനെ അതാണ് പറയുന്നത്. കാലത്ത് മക്കളുണ്ടായാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. മക്കളെ കൊണ്ട് 10-50 വയസ്സായിട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ ഇജുണ്ടായിട്ടാണ് ഇപ്പൊ ബാപ്പുവിനൊരു കാര്യമുള്ളത് അല്ലേ കുഞ്ഞിബാവേ? അത് കുഞ്ഞിബാവേ ഇതാടാ നമ്മക്ക് അവിടെ അമ്മ ഞാപ്പാ പൂപ്പ ആയിക്കോട്ടെ. അതിനിപ്പോ ഇജുണ്ടായിട്ട് അതേമാതിരി അങ്ങനെ ഞാൻ ഉണ്ടായിട്ടാണ് അങ്ങനെ. പിന്നെ കല്യാണം ഉണ്ടാക്കി ഒരു കുട്ടി ഉണ്ടാണ്. ഇതാ കൗന്ന് ഇതാപ്പോ എനിക്ക് സമയമുണ്ട്. സമയമുണ്ട്. 10-60 വയസ്സായിട്ടുണ്ട്. സമയമാണ് പറയും. എനിക്ക് 28 വയസ്സാവുള്ളൂ ഇപ്പൊ. നിങ്ങൾ എത്രയിലോ കിട്ടിയ? നിങ്ങളെത്ര വയസ്സിലാ കല്യാണം കഴിച്ചേ? ഞാൻ ഒരു 10-25 വയസ്സായപ്പോ കല്യാണം കഴിച്ചേക്കും. കുഞ്ഞുവാവേ അവനാന്റെ കാലത്ത് പെണ്ണ് കെട്ടണമെങ്കിൽ അവനാന് കാര്യമുള്ളൂ. ഉമ്മ പറയുന്ന കാര്യമാണ് കുട്ടികളുണ്ട്. അപ്പൊ നമ്മളെ ഇപ്പൊ കുട്ടികളുണ്ടോ കൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ അതാ കുഞ്ഞിപ്പ കെട്ടിയേക്കണ്. അപ്പൊ ഇനി കാലത്ത് ഇനിയിപ്പൊ കല്യാണം ഉണ്ടാക്കിയാണ്ട് ഒരു കുട്ടികളുണ്ടാണ് മരിച്ചണിയിലിടക്ക് കാണാന്. ഇക്കൊല്ലം തന്നെ ഉണ്ടാക്കിയാലെന്നാ? ഇക്കൊല്ലം തന്നെ. എന്താടി പേര കയറ്റിയില്ലേ? പേര കയറ്റി. ഇനി ഇതിന്റെ പണി ഇങ്ങനെ കഴിഞ്ഞാ മതി. ഇപ്പൊ ഇതിന്റെ പണി ഇനി കഴിയുമ്പോഴേക്കിന് ഒരു കൊല്ലം കഴിയൂലേ? നമുക്ക് ശരിയാക്കേ. ഇനി വേഗം ശരിയാക്കുക. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കുട്ടിന്റെ പേരിച്ച് പറയാൻ കിട്ടൂല. ഇതൊക്കെ സിത്തുവിന്റെ കുട്ടിക്കില്ലല്ലോ. ഇതിൽ കടന്ന നോട്ടെ, അനക്ക് കിടക്കാൻ പറ്റുന്നോട്ടെ. നോക്കട്ടെ, കടന്നോക്ക്. എനക്ക് കറക്റ്റ് ആണല്ലോ. എന്നാലും വിളിച്ച് പേടിച്ചിട്ടോ. കുഴപ്പമില്ല. കടിച്ചാൻ പാടില്ലേ, കടിച്ചരുത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്ന നമ്മളെ ക്രാഡിൽ സ്റ്റോറിനൊരു വലിയ താങ്ക്സ്. എന്താ വെച്ചാൽ ഇവിടെ വാ പറഞ്ഞ താങ്ക് യു സോ മച്ച് ക്രാഡിൽ സ്റ്റോർ. എന്താ വെച്ചാൽ ഓല് നമുക്ക് അത്രയും
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് തന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓലെ കോൺടാക്ട് ചെയ്യുക. ഓല് മൊത്തത്തിൽ ഇപ്പോൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധനവും കാര്യങ്ങളൊക്കെ എത്തിച്ചേരും. അത്രയും സേഫായിട്ട് സാധനം എത്തിച്ചേരും. നമുക്ക് ഇവിടെ മഞ്ചേരി പറയുമ്പോൾ ഇവിടെ അടുത്താണ്. എന്നിട്ട് പോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ പിന്നെയും പറയാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ താങ്ക് യു ക്രാഫ്റ്റ് സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ ഈ പേജിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുക ചെയ്താൽ നിങ്ങൾക്ക് നല്ല കിട്ടില്ല സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇപ്പം ഇനി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. അതോ അവരുടെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വ്ളോഗ്സും കാര്യങ്ങളും എന്തായാലും വരുന്നതാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും വീട് പണി പിന്നെ എന്തെങ്കിലും ഇതായോ, പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയോ, എന്താണ് ഏതാണ് കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ മെസ്സേജും കാര്യങ്ങളും വന്നതിന് വീട് ഉഷാറാണ് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനിയും കാണുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.